ഇസ്ലാമില് രണ്ട് തരത്തിലുള്ള ബാധ്യതകളാണ് നമുക്കുള്ളത്. കടമകൾ രണ്ട് തരത്തിലുള്ള കടമ. ഒരു കടമ അള്ളാഹുവിനോടാണ്, പടച്ചോനുള്ള കടമയാണ്. പടച്ചോനോടുള്ള കടമയുടെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ നിസ്കരിക്കുക, നോമ്പോൽക്കാതൊക്കെ പടച്ചോനെ നേരിട്ടുള്ളതാണ്. അതോടുകൂടി ഒരു വിശ്വാസികളുടെ ഉത്തരവാദിത്വം തീരുന്നുണ്ടോ? കടമ തീരുന്നുണ്ടോ? ഇല്ല. അതാണ് ഇസ്ലാമിന്റെ ഒരു സവിശേഷത. ഇസ്ലാം എന്ന് പറഞ്ഞാല് പടച്ചോനായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു മാർഗം മാത്രമല്ല. രണ്ടാമത്തെ ഒരു കടമ പടച്ചോനോട് ഉള്ള കടമകൾ നിർവഹിക്കുന്നത് പോലെ തന്നെ ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടുന്ന മറ്റൊരു കടമയാണ് പടപ്പുകളോടുള്ള കടമ. ഇത് രണ്ടും നിർവഹിക്കുമ്പോഴേ ഒരാൾ മുസ്ലിം ആവുള്ളൂ. ശരിക്കും മനസ്സിലാക്കുന്നത് ഈ രണ്ട് കടമയും നിർവഹിക്കുമ്പോഴേ യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിമായി മാറുന്നു. അപ്പൊ പടപ്പുകളോടുള്ള കടമ എന്ന് പറയാൻ എന്താ? നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് കടമുണ്ട്, ഭാര്യക്കും ഭർത്താവിനോട് നമ്മൾ പരസ്പരം കടമകളുണ്ട്, മക്കളോട് കടമകളുണ്ട്, അയൽപക്കക്കാരോട് കടമകളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളോടുണ്ട്, നമ്മുടെ നാട്ടുകാരോടുണ്ട്, ഇങ്ങനെ അതുപോലെ തന്നെ രോഗികളോട് പലരോടും നമുക്ക് ചില കടമകളുണ്ട്. അപ്പൊ ഈ കടമകളൊന്നും നിർവഹിക്കാതെ നമ്മൾ നിസ്കരിച്ച് നോമ്പ് നോറ്റിങ്ങനെ ജീവിച്ചാൽ അയാൾ ഒരു നല്ല മുസ്ലിമായി മാറില്ല. ഈ രണ്ട് കടമ, അതിൽ ചില കടമകൾ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളോട് പ്രത്യേകം കടമ വിശ്വാസത്തിന്റെ ലക്ഷണമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള കാരണമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് അത് നമ്മുടെ കടമയായി എന്ന് പറയാണ്. വിശ്വാസികൾ എങ്ങനെയായിരിക്കും? സ്വർഗവാസികൾ എങ്ങനെയായിരിക്കും? സ്വർഗത്തിൽ പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നവർ അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കെ തന്നെ പാവങ്ങളെ, മിസ്കീനം യതീമ, പാവങ്ങളെയും അനാഥകളെയും ബന്ധനസ്ഥരായ ആളുകളെയും ഭക്ഷിപ്പിക്കുന്നവരായിരിക്കും. ഇത് നമ്മുടെ ഒരു കടമയാണ്. എന്നിട്ട് അവർ പറയും, പടച്ചവനെ, ഞങ്ങൾ അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്ദി വാക്കോ ഒരു ഉപചാര വാക്കോ ഒരു മറ്റെന്തെങ്കിലും പ്രതിഫലമോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വേറെ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അനാഥകളും വിധവകളുമായിട്ടുള്ള ആളുകളുടെ കണ്ണീരൊപ്പാൻ ആ ബാധ്യത നിർവഹിക്കുന്നവരായിരിക്കും സ്വർഗത്തിന്റെ അവകാശി എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് ബലദിൽ ഇങ്ങനെ എടുത്ത് പറയുന്നത് മനുഷ്യരുടെ ആലോചിക്കാൻ വേണ്ടി. ഖുർആൻ പറയുന്നത് മനുഷ്യ, നീ ആലോചിച്ചിട്ടുണ്ടോ? നിനക്ക് ഞാൻ രണ്ട് കണ്ണുകൾ നൽകിയില്ലേ? നിനക്ക് ചുണ്ടുകൾ നൽകിയില്ലേ? നാവ് നൽകിയില്ലേ? എന്ന് അല്ലാഹു തആല പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് അറിയോ? നമ്മൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ ശേഷം എന്തുകൊണ്ട് അവൻ അഖബയെ അവൻ കടന്നു പോകുന്നില്ല? ചുരപാത എന്തുകൊണ്ട് അവൻ തിരഞ്ഞെടുക്കുന്നില്ല? എന്താണ് ചുരംപാത എന്ന് പറഞ്ഞാൽ? അടിമയെ മോചിപ്പിക്കലാണ്. അല്ലെങ്കിലോ പട്ടിണി കിടക്കുന്ന ദിവസങ്ങളിൽ പാവങ്ങൾക്ക് ഭക്ഷണം നൽകലാണ്. അടുത്ത ബന്ധുക്കളായ അനാഥകൾക്ക് ഭക്ഷണം നൽകലാണ്. മണ്ണ് പുരണ്ട പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം നൽകലാണ്. ഇതാണ് ഈ ചുരംപാത കടന്നു പോകണം. നമുക്ക് പടപ്പുകളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതെ നമ്മൾ കണ്ടില്ല, നമ്മൾ മാത്രം സുഖത്തിൽ ഇങ്ങനെ പോയി ജീവിക്കുക, അങ്ങനെ ഒരു ജീവിതം മുസ്ലിമിനില്ല. നമ്മളും നമ്മളെ കുടുംബവും നമ്മളെ കുട്ടികളും നമ്മളെ പേരും, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇസ്ലാമിലില്ല. പാവപ്പെട്ട മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എങ്കിൽ, അനാഥകളുണ്ട് എങ്കിൽ, വിധവകളുണ്ടെങ്കിൽ അവരെ സഹായിക്കേണ്ടുന്ന ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ നരകവാസികളായ ആളുകൾ എന്തുകൊണ്ട് നരകത്തിൽ പ്രവേശിച്ചു എന്ന് അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്തേ നിങ്ങൾ സർജറിൽ കിടക്കാനുള്ള കാരണം? എന്തേ നിങ്ങൾ നരകത്തിൽ കിടക്കാനുള്ള കാരണം ചോദിക്കാറ്. അപ്പൊ അവർ പറയുന്ന മറുപടി എന്താണ്? ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നില്ല. നമസ്കരിക്കുന്നവരെല്ലാം എന്നിട്ട് പറഞ്ഞത് അവിടേക്ക് മനസ്സിലാക്കണം. നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ചോദ്യമാണ്. ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല എന്നല്ല പറഞ്ഞത്, ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല.
എന്ന് പറഞ്ഞാൽ എന്താ? പള്ളിയിലേക്ക് ജമാഅത്ത് വരികയും ജമാഅത്തായി നമസ്കരിക്കുന്നതിന് പ്രാധാന്യമാണ് പറഞ്ഞത്. രണ്ടാമത് അവർ പറഞ്ഞ മറുപടി എന്താ അറിയോ? വലം നകൂനു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല. നോക്കണം നിങ്ങൾ, നമുക്ക് എല്ലാവർക്കും പരിചിതമായ സൂറത്ത് മാഊൻ എന്ന് പറയുന്നത് മതത്തെ വ്യാജമാക്കിയവൻ. എന്നിട്ട് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത് എന്താ? ആരാണ് മതത്തെ വ്യാജമാക്കിയവൻ? അവൻ അനാഥയെ തള്ളി പറയുന്നവനാണ്. എന്നിട്ട് അത് പറയുന്നത് വലാ യഹുമ്മു അലാ തുആമിൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം നൽകാത്തവൻ എന്നല്ല പറഞ്ഞത്. പാവങ്ങൾക്ക് ഭക്ഷണം നൽകാത്തവൻ വലാ യഹുമ്മു അലാ തുആമിൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി പ്രേരണ നൽകാത്തവനാണ്. നമ്മൾ ആലോചിക്കാത്തത് എന്താണ്? പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരണ നൽകാത്ത. ചിലപ്പോൾ എന്നോട് കഴിയൂല, നമ്മൾ ഓരോരുത്തർക്കും കഴിയൂല. അപ്പൊ കഴിയുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഇന്നിങ്ങനെ ഒരു പാവുണ്ട്, ഇങ്ങനെ ഒരു അനാഥയുണ്ട്, ഈ അനാഥക്ക് ഈ വിധവയുടെ കുടുംബത്തിൽ നിങ്ങൾ സഹായിക്കണം എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഇത്രയും ആമുഖമായിക്കൊണ്ട് സൂചിപ്പിക്കാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം നമ്മൾ നടത്തുന്ന അലിവ് കെയർ സെന്റർ അൽഹംദുലില്ലാഹ് അതിന്റെ 5ാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. തൃക്കരങ്ങോട് പഞ്ചായത്തിലെ 6 വാർഡുകളും തൊട്ടടുത്ത പഞ്ചായത്തിലെ ഒരു ആള് കൂടിയിട്ട് 45 കുടുംബങ്ങളെയാണ് നമ്മൾ ഓരോ മാസവും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. 50-ലധികം കുടുംബങ്ങളുണ്ടായിരുന്നു. അത് നമ്മള് സംഘടനയോ അല്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നും നോക്കാതെ പ്രയാസപ്പെടുന്ന ആളുകൾ മാത്രമാണ് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇടയ്ക്ക് വന്ന് കാണണം. വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷ്യ സാധനങ്ങൾ എല്ലാം, ഉപ്പ് തൊട്ട് അവർക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും, പച്ചക്കറികൾ, അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപകാര വസ്തുവായ സാബൂന്, സോപ്പ് പോലുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ നാളികേരം, പച്ചക്കറികൾ എല്ലാം നമ്മൾ ഈ പാവപ്പെട്ട അനാഥകളും വിധവുമായിട്ടുള്ള ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുക. ആഘോഷ ദിവസങ്ങളിലാണെങ്കിൽ നമ്മള് ഉപ്പില്ലാത്ത ആളുകളാണ്, അനാഥകളാണ്, വിധവകളാണ്. അവർക്ക് എല്ലാ വർഷവും ഈ 4 വർഷത്തിനിടയിൽ ആഘോഷ ദിവസങ്ങളിൽ, പെരുന്നാളുകളിലും മറ്റും നമ്മൾ പുതുവസ്ത്രങ്ങൾ അവർക്ക് നൽകുന്നു. വിധവകൾക്ക് പുതുവസ്ത്രങ്ങൾ നൽകുന്നു. കുട്ടികൾക്ക്, അനാഥ കുട്ടികൾക്ക് പുതുവസ്ത്രം വാങ്ങാനുള്ള പൈസ കൊടുത്തു. സ്കൂളുകൾ തുറക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഈ യതീം കുട്ടികൾക്ക് എന്താണോ അവരുടെ സ്കൂളിലേക്ക് പോകാൻ ആവശ്യമുള്ളത് ആ സാധനങ്ങൾ നമ്മൾ വാങ്ങി കൊടുക്കും. റമദാൻ കിറ്റ് കൊണ്ടോട്ടി ബിസ്മിയുടെ സഹായത്തോടു കൂടി നല്ല ഒരു കിറ്റ്, ഏകദേശം 50ഓളം കിലോ വരുന്ന കിറ്റ് ഇത്രയും 45ഓളം കുടുംബങ്ങൾക്ക് നൽകാൻ നമുക്ക് സാധിച്ചു. നിങ്ങൾ ആലോചിക്കുക, വളരെ പ്രയാസപ്പെടുന്നത്. അലിബില് സെന്ററിൽ വരുന്ന ഓരോ കുടുംബങ്ങളുടെ അവസ്ഥ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോയി. ഇപ്പോഴും ഇങ്ങനെ ഉണ്ടോ നോക്ക് നിങ്ങൾ. ഒരു സഹോദരി, അലിബിലേക്ക് വരുന്ന ഒരു സഹോദരി നല്ല സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവുമായിട്ട് കുടുംബജീവിതം നയിക്കായിരുന്നു. അങ്ങനെ രാത്രി കിടന്നിറങ്ങുന്ന സമയത്താണ് അറ്റാക്ക് ഉണ്ടായി. ഈ ഭർത്താവ് മരണപ്പെട്ടു. 2 കുട്ടികളാണത്. ആരോട് പറയുന്നു? വേറെ ഒരു സഹോദരി, ആ സഹോദരി അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. ഗൾഫിൽ നിന്ന് ലീവിന് നാട്ടിലേക്ക് വന്നു. കുറച്ചു കാലം വീട്ടിൽ നിന്നു. രാത്രി കിടക്കുന്ന സമയത്ത് അറ്റാക്ക് ഉണ്ടായി. അദ്ദേഹം മരണപ്പെടുകയാണ്. ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടിയാണ് ആ കുടുംബത്തിലുള്ളത്. 10-35 വയസ്സായ ഉമ്മയാണ് അല്ലെങ്കിൽ ഭാര്യയാണ് ഉള്ളത്. ആരോടെന്ന് ചോദിക്കും സഹോദരന്മാരെ. നമ്മുടെയൊക്കെ സമൂഹത്തിന്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു വിധവയായ ഒരു പെണ്ണിനെ കാണുമ്പോൾ പല രൂപങ്ങളിലുള്ള കാഴ്ചപ്പാടായിരിക്കും ഉണ്ടാകുക. ആരോട് അവർ പറയും? കുട്ടികളുടെ പഠനത്തിന്റെ കാര്യം ആരോട് പറയും? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആരോട് പറയും? അവരെയാണ് നമ്മൾ സഹായിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ ആ കുടുംബത്തിലെ ഓരോരുത്തരുടെയും അവസ്ഥ പറയുമ്പോൾ വേറൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കുടുംബജീവിതം സന്തോഷകരമായി പോവുക, ജോലിക്ക് പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. മാരകമായ രോഗം വന്നപ്പോൾ നടക്കാൻ കഴിയുന്നില്ല, നടന്നുമ്പോൾ പുറത്തേക്കിറങ്ങാൻ കഴിയുന്നില്ല. എങ്ങനെ കുടുംബത്തെ പോയിട്ടു? നിങ്ങളാലോചിച്ചു. അങ്ങനത്തെ കുടുംബങ്ങളാണ്. ആ വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടേണ്ടുന്ന സാഹചര്യം. 2 കുട്ടികളാണ് ഉള്ളത്. ഇത്തരം പ്രയാസകരമായ കുടുംബങ്ങളെയാണ് ജാതിയോ മതമോ സംഘടനയോ നോക്കാൻ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും ഇനിയും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് 2-3 രൂപത്തിലും സഹായിക്കാം. ഒന്ന്, ഓരോ ഏകദേശം 6 ലക്ഷത്തിലധികം രൂപ നമുക്ക് ഒരു കൊല്ലത്ത് ചെലവ് വരും. അൽഹംദുലില്ലാഹ് പടച്ചോന്റെ സഹായം ഉണ്ടാവും. പിന്നെ ഒരുപാട് നല്ല മനസ്സിന്റെ ആളുകളുണ്ട്. അവരൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 6 ലക്ഷത്തോളം രൂപ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ ഈ റമദാൻ രണ്ടാമത്തെ ദിവസവും നമ്മൾ ഇതിന്റെ കലക്ഷനുമായി കൊണ്ടുപോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒന്നുകിൽ നിങ്ങൾക്ക് സ്ഥിരമായി 500 1000 തരാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെ തരാം. ഞങ്ങൾ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു മാസം 500 1000 തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ തരാം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത കുടുംബക്കാരോ സ്നേഹിതന്മാരോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ ഈ മെസ്സേജ് കൈമാറാം. ഇത് നമ്മൾ നടത്തുന്നതാണ്. അപ്പൊ നമുക്ക് പറയാം, ഇങ്ങനൊരു സ്ഥാപനം നിങ്ങൾ സംഘടിച്ച് പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുക്കുക. അതിന്റെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൈമാറാം. അതാണ് ആ പ്രേരണ നൽകാൻ അത് നമുക്ക് സാധിക്കും, എല്ലാവർക്കും സാധിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ്. ഈ സംവിധാനം നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. ഇപ്പോഴും പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 സെന്റിൽ വീടുണ്ട്, വീടിന്റെ പണിയും ഭാഗ്യമാണ്. 2 സെന്റിൽ വീട് നിങ്ങൾ പറഞ്ഞാൽ ചോദിക്കോ? നമുക്കൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളും വീടും സൗകര്യങ്ങളും 2 സെന്റിലെ വീടിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. 2 കുട്ടികളുണ്ട്, ഭർത്താവിനെ ഒരു പണിക്ക് പോകാൻ പറ്റുന്നില്ല, വളരെ മാരകമായ രോഗമാണ്. ഇങ്ങനെയുള്ള കുടുംബങ്ങൾ നമ്മുടെയൊക്കെ പരിസരങ്ങളിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹായിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരന്മാരും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങളിൽ അള്ളാഹു ഹൈറും വർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ എത്ര ചെറിയ സൽപ്രവർത്തനങ്ങളാണെങ്കിലും റബ്ബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം.